സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സെഗ്മെന്റ് സ്ത്രീ ശക്തി. സാധാരണയായി എലൈറ്റ് ക്ലാസ്സിൽപ്പെട്ട സ്ത്രീകൾ ഇതിനെക്കുറിച്ച് അത്രയധികം ബോധേഡല്ല. ദേ ആർ വെൽ ഓഫ്. അപ്പോൾ അവർക്ക് അതിന് ചിലവാക്കാൻ പൈസയുണ്ട്. അവർ ചിലപ്പം 5 or 10 അല്ലെങ്കിൽ 100 രൂപയോ വ്യത്യാസം വന്നാലും ഇതിനെക്കുറിച്ച് അവർ ബോധേഡല്ല. അവർ അത്തരം സങ്കേതങ്ങളെയാണ് അവരുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ ആശ്രയിക്കുന്നത്. എന്നിരുന്നാലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഏറ്റവും താഴെക്കിടയിലുള്ള ആൾക്കാർക്കും ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതായി അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ ഇടത്തരക്കാരാണ് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നതും ഏറ്റവും കൂടുതൽ കോടതികളെ സമീപിക്കുന്നതും. അവർക്ക് ഇത്തരം നിയമങ്ങളിൽ ഒരു അവഗാഹം ഉണ്ടാകാനായിട്ട് ഒന്നും തന്നെ നമ്മുടെ സർക്കാരോ മറ്റ് സംഘടനകളോ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിയമം അറിയാത്തത് ഒരു എക്സ്ക്യൂസ് അല്ല എന്ന് പറയും. നമ്മൾ നിയമവ്യവസ്ഥിതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ചില നിയമങ്ങൾ, അറ്റ്ലീസ്റ്റ് നമ്മളെ ബാധിക്കുന്ന ചില നിയമങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പം ഇത്തരത്തിലുള്ള സംഘടനകൾ, കൺസ്യൂമർ പ്രൊട്ടക്ഷനെ സംബന്ധിച്ച സംഘടനകളും അവരുടേതായിട്ടുള്ള ചില പ്രവർത്തന രീതികളുമുണ്ട്. അപ്പോൾ കൺസ്യൂമർ ലോ അല്ലാത്ത ഇത്തരം നിയമങ്ങളെക്കുറിച്ച് കൂടെ അവരെ ബോധവൽക്കരിക്കേണ്ടത് അവരുടെ കൂടെ ഒരു ചുമതലയാണെന്ന് ഞാൻ വിചാരിക്കുന്നു.